ഇത്തവണ കേരളത്തിൽ കാലവർഷം കനത്ത് പെയ്തതോടുകൂടി തന്നെ 2 മാസത്തിനുള്ളിൽ 75% ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത്. 2018 പ്രളയശേഷം ഇതാദ്യമായാണ് 75%ലേക്ക് ഈ ജലസംഭരണ ശതമാനം എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ അത് വെറും 55% മാത്രമായിരുന്നു. അപ്പോൾ ഡാമുകളിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നതോടുകൂടി തന്നെ പരമാവധി സംഭരണ ശേഷിയിലെത്തിയ 11 ഡാമുകളിൽ ഇപ്പോൾ റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ 9 ഡാമുകൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമുകളിലെ ജലസംഭരണ ശതമാനമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ദാ നോക്കൂ, ആദ്യം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഇടുക്കി ഡാം, ഇതിലെ നിലവിലെ ജലസംഭരണ ശതമാനം എന്ന് പറയുന്നത് 68%. ഇവിടെ നിലവിൽ ബ്ലൂ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ആ ഷട്ടറിന്റെ 6 അടിയോളം ഇനി ജലം സംഭരിക്കാൻ കഴിയും. പക്ഷേ വീണ്ടും മഴ കനക്കുന്ന സാഹചര്യമാണെങ്കിൽ ഡാം തുറക്കേണ്ട അവസ്ഥയാണ്. അടുത്ത ഡാം പരിശോധിക്കുകയാണെങ്കിൽ ഇടമലയാർ ഡാമാണ്. ഇവിടെ ദാ നോക്കൂ, 71%ലാണ് ഈ പരമാവധി ജലസംഭരണ ശേഷി എത്തി നിൽക്കുന്നത്. 71%ലാണ് എത്തി നിൽക്കുന്നത്. അടുത്ത ഡാം കൂടി നമുക്കൊന്ന് നോക്കാം. ദാ കക്കി ഡാമാണ്. ഇവിടെ 76%ലാണ് ഈ ജലസംഭരണ ശതമാനം എത്തി നിൽക്കുന്നത്. പല ഡാമുകളിലും 70%-ലോ അതിന് മുകളിലോ ആയിട്ടാണ് ഇപ്പോൾ ജലസംഭരണ ശതമാനം എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത. അടുത്ത ഡാം കൂടി നമുക്ക് നോക്കാം. ദാ നോക്കൂ, കേരള ഷോളയാർ ഡാം, ഇവിടെ 98%-മാണ് ഈ ജലസംഭരണ ശതമാനം എത്തി നിൽക്കുന്നത്. അത്രത്തോളം നിറയുന്ന അവസ്ഥയിലാണ് ഇവിടുത്തെ ഡാമുകളിലെ നിലവിലെ ജലനിരപ്പിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അടുത്ത ഡാം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ബാണാസുര സാഗർ, ഇവിടെ 88% ജലസംഭരണം എത്തിക്കഴിഞ്ഞു. ആ 88%-ലാണ് ഇപ്പോൾ നിലവിലെ ജലനിരപ്പ് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡാമുകളിൽ ക്രമാതീതമായി ജലനിരപ്പൊക്കെ ഉയരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉൽപ്പാദനം പരമാവധി നടത്തിക്കൊണ്ട് അതിനെ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അത് പക്ഷേ ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല. പക്ഷേ ഇനി മഴ കൂടുതൽ കനക്കുന്ന സാഹചര്യമാണെങ്കിൽ ഡാമുകൾ തുറക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ജാഗ്രത പാലിക്കേണ്ട അവസ്ഥയിലാണ് നിലവിൽ ഡാമുകളിലെ ഈ ജല സംഭരണ ശതമാനത്തിന്റെ അളവുകൾ നൽകുന്ന സൂചന.